ഹായ്, ഇന്ന് ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഡെലിവറി സ്റ്റോറി ഇപ്പോൾ 1 വർഷമായി, കുഞ്ഞിന് 1 വയസ്സായി. ഇത്രയും നാളും എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയില്ലേ എന്ന് തോന്നാം. ആക്ച്വലി ഞാൻ പ്രസവം കഴിഞ്ഞ ഉടനെ ഈ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് മറക്കാതെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ആ വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തില്ല. പിന്നെ ഇത് എന്തിനാണ് റീടേക്ക് ചെയ്യാനെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറിയെക്കാട്ടിലും ഞാൻ ഷെയർ ചെയ്യാൻ പോണത് എപ്പിഡ്യൂറൽ യൂസ് ചെയ്തപ്പോഴുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം അതിപ്പോൾ കുറച്ചൊരു അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നി. അതിലൂടെ എൻ്റെ ഡെലിവറി സ്റ്റോറിയും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഡെലിവറിക്ക് വേണ്ടി ഡേറ്റ് പറഞ്ഞിട്ട് പോയതല്ല ഹോസ്പിറ്റലിൽ. 7th month അല്ലല്ലോ, 37 വീക്സ് കഴിയുമ്പോൾ ഒരു സ്കാനിങ് ഉണ്ട്. അപ്പോൾ ആ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ഇതാണ് അകത്തിരുന്നത്, ഞാൻ പുറത്തിരുന്ന് വീഡിയോ എടുക്കാത്തത്. അങ്ങനെ 37 വീക്സ് ആയപ്പോൾ സ്കാനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ്ങിന് പോയപ്പോൾ കുഞ്ഞിന് ആവശ്യത്തിനുള്ള വെയിറ്റ് ആയിട്ടുണ്ട്. പിന്നെ സ്കാൻ ചെയ്ത സമയത്ത് ചെറുതായിട്ടൊന്ന് ഹാർട്ട് ബീറ്റ് ഒന്ന് ഡ്രോപ്പ് ആയിട്ട്, പക്ഷെ പിക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. വലിയ പ്രോബ്ലം ആയിട്ടല്ല, എന്നാലും ഇനി അഡ്മിറ്റ് ആകാം. കാരണം വീടും ഹോസ്പിറ്റലും ആയിട്ട് ഡിസ്റ്റൻസ് ഉണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്ന് അതൊരു ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യം ആകും. അപ്പോൾ നമ്മളും വിചാരിച്ചു അതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ വീട്ടിൽ പോയാലും ഒരു സമാധാനം കാണൂല. അനക്കമുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷനാകും. സോ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പെയിൻ എന്ന് പറയുന്നത് ഒരു ഐറ്റമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ റൂമിൽ അഡ്മിറ്റായിട്ട് വൈകുന്നേരമായപ്പോൾ അവർ ഇതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫോലിസ് എന്ന് പറയുന്നത്, എനിക്ക് അതിൻ്റെ പേരൊന്നും അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്ത സംഭവമാണ്. അപ്പോൾ ഫോലിസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ വജന വഴി ഉള്ളിലോട്ട് വയ്ക്കും. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ലേബറിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേബർ റൂമിലോട്ട് പോകാൻ പറഞ്ഞു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ലേബർ റൂം കാണുന്നത്. അപ്പോൾ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പിക്ചറേ ഉള്ളൂ ഉള്ളിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് പേര് പിന്നെയും ഒരു സൗണ്ടൊക്കെ കേൾക്കാം, ബഹളവും കരച്ചിലും ഒക്കെ. സോ അപ്പോഴാണ് എനിക്ക് കുറച്ചൊരു പേടി വെച്ച് തുടങ്ങിയത്. അങ്ങനെ അവിടെ പോയിട്ട് സംഭവം നമ്മളടുത്ത് കിടക്കാൻ പറയും. നേരെ നിവർന്ന് കിടക്കാൻ പറഞ്ഞിട്ട് കാല് രണ്ടും നല്ല അകത്തി വയ്ക്കണം. എന്നിട്ട് അത് ഇങ്ങനെ എന്താണ് വയ്ക്കുന്നതെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്തെടുത്ത് ഇരിക്കുമായിരുന്നു. അങ്ങനെ അത് അവരെന്തോ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. അത് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെയിൻ ആയപ്പോഴാണ് മനസ്സിലായത് ലേബർ പെയിനൊക്കെ. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും ലേബർ പെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലേബർ പെയിനൊക്കെ എങ്ങനെയായിരിക്കുമെന്ന്. കാരണം ഒരു ഐഡിയ ഇല്ല അത് എങ്ങനെയായിരിക്കും, പെയിൻ ഏത് രീതിയിലായിരിക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. സോ അങ്ങനെ അത് ചെയ്തു. അത് അത്യാവശ്യം ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിനായിട്ടിരുന്നു. ഇൻസേർട്ട് ചെയ്ത് സംഭവം എന്നിട്ട് തിരിച്ച് റൂമിൽ വന്നു. വേറെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഒരു ട്യൂബ് പോലെ വന്നിട്ട് ഒരു ഒട്ടിപ്പ് ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇതായിട്ട് ഒട്ടിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പണി കിട്ടുന്ന ഒരു ഐറ്റം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് വന്നു. നോർമൽ ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു. ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ വേറെ യൂറിൻ പാസ് ചെയ്യണേനൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ റൂമിൽ വന്നു. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. റൂമിലോട്ട് വന്നതിന് ശേഷം ഒരു വെളുപ്പാങ്കാലം, ഒരു 2 o'clock 3 o'clock ഒരു വെളുപ്പാങ്കാല സമയമായപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ അത് വന്നിട്ട് പുറത്തോട്ട് വന്നു. ഒരു ബബിളായിട്ട് ഒരു ബലൂൺ പോലത്തെ ഷേപ്പിലാണ് പുറത്തോട്ട് വന്നത്. സംഭവം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് തനിയെ പുറത്തോട്ട് വരണം. അത് നല്ലൊരു സൂചനയാണ്. പുറത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഡോക്ടർ വന്നിട്ട് പുറത്തോട്ട് എടുക്കും. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അത് ഒരു ടൈം ആയപ്പോൾ കറക്റ്റായിട്ട് പുറത്തോട്ട് വന്നു. നമ്മുടെ യൂട്രസിനെ കുറച്ചൊന്ന് വലുതാക്കാനോ അങ്ങനെ എന്തോ ആണ്
കുറച്ചൊരു ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. വേറെ ടാബ്ലറ്റ്സ് ഒന്നും എനിക്ക് തന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് പെയിനൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡേ നൈറ്റ് ടാബ്ലറ്റ് തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ഡേയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഇങ്ങനെ ഇത് പുറത്തോട്ട് വന്നതിന് ശേഷം മോർണിംഗ് ആയപ്പോൾ എനിക്ക് വേറെ പെയിനൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് സ്റ്റിക്കർ പോലെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞില്ല ഒരു ട്യൂബ് ഇങ്ങനെ ഇട്ട് വരും, ആ ബബിളിൻ്റെ എൻഡ് വന്നിട്ട് ഒരു ട്യൂബ് പോലെ ഇരിക്കുന്നത് നമ്മുടെ തൊടയിൽ കാലിൻ്റെ ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വലിച്ചെടുത്തപ്പോൾ അവിടെ ഫുള്ള് പശയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. കാരണം ടോയ്ലറ്റ് സീറ്റിലൊക്കെ ഒട്ടിയിട്ട് ആകെ ഈ പ്രസവത്തിന് ശേഷമൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇരുന്നിട്ട് തിരിച്ച് എണീക്കുമ്പോൾ ആ ഒട്ടിപ്പും ആ ടോയ്ലറ്റ് സീറ്റുമായിട്ട് ചേർന്ന് അവിടുത്തെ മുടി ഹെയറൊക്കെ ഇങ്ങനെ പിഞ്ച് വരുന്ന ആ രീതിയിലുള്ള പശയായിരുന്നു. അത് എങ്ങനെയൊക്കെ അവർ തുടച്ചിട്ടും പോകുന്നില്ലായിരുന്നു. എണ്ണയൊക്കെ ഇട്ട് നോക്കി. അതെനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നേ. നെക്സ്റ്റ് ഡേ മോർണിംഗ് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ചെറുതായിട്ടൊരു പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചെറുതായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു പീരിയഡ്സ് പെയിൻ പോലെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു പെയിൻ പോലെ തുടങ്ങി. പിന്നെ ആയപ്പോൾ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെയിൻ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ പെയിൻഫുള്ളായിട്ട് ഇരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ എല്ലാം സന്തോഷമായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ട്. അന്നത്തെ സിറ്റുവേഷൻ അത് വേറെ. അപ്പോൾ നല്ല രീതിയിൽ പെയിൻ ആയി. പക്ഷെ ഞാൻ നല്ല കടിച്ച് പിടിച്ച് അങ്ങനെ സഹിച്ച് ഇരിക്കുമായിരുന്നു. സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നേഴ്സ് വന്നിട്ട് ഇനി ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, നല്ല കോൺട്രാക്ഷൻസ് ആണ്, സോ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കുറച്ചിങ്ങനെ പെയിൻ കൂടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര പെയിൻ ആയാലും നല്ല രീതിയിൽ വലിച്ച് കരയരുതെന്ന്. കാരണം കരയുമ്പോൾ നമ്മൾ അത്ര എനർജി പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലേബർ ഇത് സഹിക്കാൻ നമുക്ക് പിന്നീട് പുഷ് ചെയ്യാനൊക്കെ ഉള്ള എനർജി കുറയും. സോ മാക്സിമം അങ്ങനെ ഇങ്ങനെ കരയരുത്. കാരണം കരഞ്ഞ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്കത് നിർത്താൻ പറ്റില്ല എന്ന്. സോ അത് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും ഉള്ളിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ കരയില്ലേ, ആ രീതിയിലുള്ള ഇതായിരുന്നു. ലേബർ റൂമിലോട്ട് പോയപ്പോൾ അവിടെ കുറച്ച് ചെറിയ രീതിയിൽ വാട്ടർ ബ്രേക്ക് ആവുന്നത് പോലെ തോന്നി. ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ ലീക്കായി നല്ല കോൺട്രാക്ഷൻസ് വന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ എൻ്റെ കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. സോ കിംസ് ഹോസ്പിറ്റലിലാണ്. അവിടെ ആ സമയത്ത് ഹസ്ബൻഡിനെ വിടുമായിരുന്നു. ഒരാളെ അകത്ത് കയറ്റുള്ളൂ. മറ്റേതാണെങ്കിൽ എന്താണ് ബർത്ത് സ്യൂട്ട് എടുക്കുന്നവർക്കാണ്. സ്യൂട്ട് എടുക്കുന്നവർക്കാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര വൈറലായിരിക്കുന്ന ഒരു പ്രഗ്നൻസി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിഡ്യൂറലിനെ പറ്റിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ഒരു വീഡിയോ ഇപ്പോൾ വീഡിയോ ഒക്കെ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സാണ് എടുക്കുന്നതും എല്ലാം. പക്ഷേ ആ വീഡിയോയുടെ വീഡിയോ കുറേ പേര് കമൻസും ഇതൊക്കെ ധാരാളം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വ്യക്തി ഡയറക്ടറോ ഫിലിമിൻ്റെ എന്താണെന്ന് ഞാൻ അങ്ങനെ ആളിനെ എന്താണെന്ന് നോക്കിയില്ല. പക്ഷെ പറയുന്നുണ്ടായിരുന്നു ഒരു അഭിനയമായി ആണ് ദിയ കൃഷ്ണയുടെ. അപ്പോൾ ദിയ കൃഷ്ണ അതിൽ അഭിനയിച്ചിരിക്കുകയാണെന്നോ ഏതൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്തിട്ട് അവർ പുഷ് എന്ന് പറയുമ്പോൾ ഇത് അഭിനയിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ജസ്റ്റ് അഭിനയമാണെന്നോ എന്നൊക്കെ. ആ വ്യക്തി ജസ്റ്റ് ഒന്ന് പ്രസവിച്ചെങ്കിൽ അറിയാം. കാരണം എനിക്കിവിടെ 1 വർഷം ആയതേ ഉള്ളൂ. എൻ്റെ അതേ രീതിയിലുള്ള ഡെലിവറി തന്നെയായിരുന്നു. സോ ആ ഡെലിവറിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊരു അഭിനയമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു സത്യം പറഞ്ഞ്. അപ്പോൾ ആ വ്യക്തി ഒന്ന് പ്രസവിച്ച് നോക്കിയെങ്കിൽ അറിയാം. പുഷ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കാണിക്കുന്നത് പോലത്തെ രീതിയിൽ അഭിനയിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ആ രീതിയിൽ ഫുൾ എനർജി എടുത്താണ് ഒരു കുഞ്ഞിനെ പുറത്തോട്ട് ആക്കുന്നത്.
ആ രീതിയിൽ പുഷ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെ പോകുന്നോ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. നല്ല ചിരിച്ചോ അല്ലെങ്കിൽ അടിപൊളിയായിട്ടോ കാണിക്കാൻ പറ്റില്ല. എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ ഇരിക്കും. അല്ലാതെ ഇപ്പോൾ ആ വ്യക്തി പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ പുഷെന്ന് പറയുമ്പോൾ കുഞ്ഞ് നടന്ന് ഇറങ്ങി വരുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, നമ്മൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, നടന്നിറങ്ങി പോകുമായിരിക്കും. അല്ലാതെ ഒരു ഡെലിവറിയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സോ ആ കമൻസൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം എപ്പിഡോറൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ ഒരു പെയിനും ഇല്ലാതെ ജസ്റ്റ് ഈസി ആയിട്ട് പ്രസവിക്കാൻ പറ്റും എന്ന് കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അവിടെ നിൽക്കട്ടെ. വാട്ടർ ചെറുതായിട്ട് ലീക്കായി തുടങ്ങി കോൺട്രാക്ഷൻസ് ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കഞ്ഞി എന്തെങ്കിലും കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. പിന്നെ എന്താണ് ഫുള്ള് ഒരു ഐറ്റം നമുക്ക് തരുമല്ലോ, എന്താണ് അത് പേരെനിക്ക് മറന്നുപോയി. അതെന്താണ് പറയുന്നത്, നമ്മൾ ഫുള്ള് വയറ് ക്ലീനാക്കാൻ വേണ്ടിയിട്ടേ, അപ്പോൾ അത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോൺട്രാക്ഷൻസിൻ്റെ ഇടയിൽ തന്നെയാണ് അത് തന്നതുകൊണ്ട് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് എനിക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥ. കോൺട്രാക്ഷൻസിൻ്റെ ഇടയിലായിരുന്നു അങ്ങനെ മോഷൻ പോകുന്നതും അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ. അതൊക്കെ ഒരു പ്രസവ ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും എന്താണ് ഇങ്ങനെ ഇരിക്കണം എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാനേ പറ്റുള്ളൂ. എന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പി വി ചെക്ക് ചെയ്യുന്നത് പോലെ ഒരു ഉപദ്രവം. അങ്ങനെ ഇതായിട്ട് നോക്കിയപ്പോൾ 4 സെൻറ്റിമീറ്റർ വരെ ഡൈല്യൂട്ട് ആയിട്ടുണ്ട് സെർവിക്സ്. സോ സെർവിക്സ് ഡൈല്യൂട്ട് ആവണമല്ലോ, 10 വരെ ആവണം. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വരെ ഡൈല്യൂട്ട് ആവുന്ന കോൺട്രാക്ഷൻസൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. നല്ല രീതിയിൽ പെയിൻ ആയിരുന്നു. അപ്പോൾ 4 സെൻറ്റിമീറ്ററിന് ശേഷമാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചത്, ഹസ്ബൻഡിൻ്റെ അടുത്തും ചോദിച്ചു, എപ്പിഡോറൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ശരി, ഒരു റിലാക്സേഷന് നല്ലതാണെങ്കിൽ അത് എടുക്കാമെന്ന് പറഞ്ഞ് അത് ഓക്കെ പറഞ്ഞു. അങ്ങനെ എപ്പിഡോറലിൻ്റെ ഇഞ്ചക്ഷൻ അത് ഇതുണ്ടല്ലോ സൂചി, അതെങ്ങനെ ആണെന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നമ്മുടെ നട്ടലിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ കയറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഫുള്ള് നമ്മൾ എല്ലാ ഓർണമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിയതിന് ശേഷം അവരുടെ ഒരു ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഡ്രിപ്പ് വഴി ഡ്രിപ്പ് ഇങ്ങനെ കയറ്റുന്നതാണ്. അപ്പോൾ അത് കുത്തിയപ്പോൾ ആ കുത്തുന്ന ഇടയിലൊക്കെ എനിക്ക് കോൺട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുനിച്ചിരുത്തിയിരിക്കുന്ന സമയത്ത് ആ കോൺട്രാക്ഷൻസും കൂടെ വരുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കോൺട്രാക്ഷൻസ് ഇല്ലാത്തൊരു ഗ്യാപ്പിലാണ് സൂചി കുത്തിക്കയറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് കിട്ടിയില്ല. തിരിച്ച് അത് മാറ്റിയിട്ട് ഒന്നേന്നത് ചെയ്ത് അങ്ങനെ കിട്ടി. ഈ എപ്പിഡോറൽ എടുത്ത് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അതില്ലാന്ന് പറയാൻ പറ്റില്ല. അതിന് മുൻപുള്ള കോൺട്രാക്ഷൻസിൽ നിന്ന് കുറച്ചൊരു വേദന കുറവായിട്ട് തോന്നി. ഇത്തിരി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ കുറച്ചൊരു ഗ്യാപ്പ്, അത് മാത്രമാണ് എനിക്ക് എപ്പിഡോറലായിട്ട് ഫീൽ ചെയ്തത്. കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ പെയിൻ പഴയതുപോലെ കുറച്ച് ഒരു പീക്ക് ഇങ്ങനെ വരില്ലേ, അങ്ങനെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എപ്പിഡോറലുമായിട്ടുള്ള എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഒരു ചെറിയൊരു റിലാക്സ് ചെയ്യാൻ പറ്റി. കോൺട്രാക്ഷൻസ് ഹൈ ആയിരുന്നതിൽ നിന്ന് ഇത്തിരി ഒരു പെയിൻ കുറഞ്ഞിരുന്നിട്ട് ദെൻ കോൺട്രാക്ഷൻ വന്ന് തന്നെയാണ്. നമ്മൾ പെയിൻ ഉണ്ടെങ്കിൽ തന്നെ പ്രസവിക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ പ്രസവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പോയില്ലേ, ഫ്ലോ പോയി അങ്ങനെ പെയിന് വലുതായിട്ട് ആ സമയത്ത് ഇല്ലാതെ ഇരുന്നിട്ട്
അത് കഴിഞ്ഞിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. കോൺട്രാക്ഷൻസ് കൂടി 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 ഭയങ്കരമായിട്ട് ഇതായി. അങ്ങനെ നോക്കിയപ്പോൾ ഡൈലൂട്ടായി, 10 സെൻറ്റിമീറ്റർ വരെ ഡൈലൂട്ടായി. ക്രൗൺ കാണാൻ തുടങ്ങിയില്ല. അടുത്ത് പുഷ് 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 പുഷ്. അപ്പോൾ സാധാരണയാണ് ഈ നേഴ്സും ഡോക്ടേഴ്സൊക്കെ പറയുന്ന വേർഡ്, പുഷ് എന്ന് പറയുന്ന വേർഡ് ലേബർ റൂമിൽ പുഷ് പുഷ് എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പുറത്തോട്ട് ചാടിക്കുക എന്ന് പറയാനുള്ള മാനസികാവസ്ഥ ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അതായിരിക്കും അവർ അങ്ങനെ പറയുന്നത്. അല്ലാതെ ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡയലോഗൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ പുഷ് എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ കൊടുത്താണ് നമ്മളെ പുഷ് ചെയ്യുന്നത്. അതിപ്പോൾ ഇത് എന്താണ്, സിസേറിയനും നോർമലി എല്ലാവരും പ്രസവിക്കുന്നത് തന്നെയാണ്. സോ അവർ പ്രസവിക്കുന്നതല്ല പുഷ്പം പോലെ കൊച്ചിനെ എടുക്കുന്നതാണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എല്ലാം അമ്മമാരും എല്ലാം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പുഷ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ നമ്മുടെ ഇത് കൊടുത്ത് പുഷ് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഞാനും പ്രസവിച്ചത്. സോ ക്രൗൺ കണ്ടു, അങ്ങനെ ഡെലിവറി റൂമിലോട്ട് മാറ്റി. അവിടെ വെച്ചിട്ട് മാക്സിമം എഫേർട്ട് കൊടുത്താണ് ഞാൻ ചെയ്തത്. കാരണം എൻ്റെ മനസ്സിൽ പേടിയായിരുന്നു. ഇൻ കേസ് എനിക്കറിയില്ല ഇങ്ങനെ ഇത് കണ്ടിട്ട് പ്രസവിച്ചാലേ ഇനി റൂമിലോട്ടാക്കുള്ളൂ എന്ന്. കാരണം മേ ബി അയ്യോ ഇന്നത്തേക്ക് പറ്റില്ല, നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് പറയുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അടുത്ത ദിവസം കൂടെ ഇത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. സോ എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ അവിടെ വെച്ച് കൊടുത്ത് ആണ് കുഞ്ഞ് പുറത്ത് വന്നത്. ഇറ്റ്സ് എ ബോയ് എന്നൊരു വേർഡ് ഞാൻ കേട്ടപ്പോഴാണ് ഞാൻ പ്രസവിച്ചു എന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്. അതൊരു മൂമെൻറ്റ് തന്നെയാണ്, പ്രീഷ്യസ് മൂമെൻ്റാണ്. അതുവരെ അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചൊക്കെ ഇടുമല്ലോ താഴെ, ആ സ്റ്റിച്ച് ഇടുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. അതൊരു പെയിനായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതുവരെയുള്ള പെയിനിൽ അതൊരു പെയിനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അവൻ കരയുന്നുണ്ടായിരുന്നു. ഇവിടെ വണ്ടിയൊക്കെ ഒരു കുറവുമില്ല. അപ്പോൾ ആ സമയത്ത് അവൻ കരയുന്നുണ്ടായിരുന്നു. സോ അവൻ കരയുന്നത് എന്തിനാണെന്നുള്ള ആ രീതിയിൽ ഇങ്ങനെ ഒരു നോട്ടവും അത് ഒക്കെ ആയതുകൊണ്ട് ഈ തുന്നിക്കെട്ടിയതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. സോ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ എന്നെ ലേബർ റൂമിലോട്ടാക്കി. കുറച്ച് എത്രയോ മണിക്കൂർ, 5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റൂമിലോട്ടാക്കിയത്. ഓരോ അമ്മമാരെയൊക്കെയാണ് 7 മണിക്ക് ശേഷം ഹസ്ബൻഡിനകത്ത് കയറ്റില്ല. അപ്പോൾ അമ്മയൊക്കെ തന്നെയാണ് നിന്നത്. അത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. അപ്പോൾ അത് ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഡേയും സങ്കടവും സന്തോഷവും എല്ലാം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അത്. ഇന്ന് നമുക്ക് അത് ഒരു പ്രീഷ്യസ് മൂമെൻ്റായിട്ട് മാറി. ഇന്ന് എനിക്ക് ആ പെയിനൊക്കെ ഞാൻ മറന്നു എന്ന് പറയാം. അത് അങ്ങനെ തന്നെ ആയിരിക്കും, പെയിൻ മറന്നു പോകുമായിരിക്കാം. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡെലിവറി സ്റ്റോറി. സോ എപ്പിഡൂറൽ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അത് ആ സമയത്ത് അത് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ആ ഗ്യാപ്പ് സഹിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എപ്പിഡൂറൽ എടുക്കാതിരുന്നാലും ഇത് വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. കാരണം പെയിൻ എടുത്താലേ നമുക്ക് പ്രസവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെയിൻ ഇത് പുഷ് ചെയ്താലേ കുഞ്ഞ് പുറത്ത് വരുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സിസേറിയനിലോട്ടല്ലേ പോവുള്ളൂ. സോ എപ്പിഡൂറൽ എടുത്താലും നമ്മൾ ആ ഒരു പെയിൻ പിന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഫ്യൂച്ചറിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ നടുവേദന, പ്രസവത്തിന് ശേഷമുള്ള നടുവേദനയൊക്കെ ഉണ്ട്. എപ്പിഡൂറൽ എടുത്തത് കൊണ്ടൊരു നടുവേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.